ഇന്ന് ഡ്രസ് കിട്ടും. എന്ത് ഡ്രസ്സാണ് മേടിക്കാൻ പോണേ? അല്ല, മേമേന്റെ ഡ്രസ് മേടിക്കാൻ പോണേ. ആ കല്യാണത്തിന്റെ. നമ്മളിന്ന് ബൊട്ടിക്കിൽ പോയിട്ട് ഡ്രസ് മേടിക്കാൻ പോവാണ്. എന്തിന്റെ ഡ്രസ്സാ? മേമേന്റെ കല്യാണത്തിന്റെ ഡ്രസ്സാ. അല്ല, മാള് നോക്കിയേ, ബിജോയ് നോക്കിയേ, ജസ്റ്റ് എന്റെ പത്തി. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ബൊട്ടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബൊട്ടിക്കിലേക്ക് ആദ്യമായിട്ട് പോകുന്നതും നമ്മുടെ ഓർഡറൊക്കെ കൊടുക്കാൻ പോയതും അതിൻ്റെ ട്രയൽ പോയതും ഒക്കെ ഷോർട്സും ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ വെഡ്ഡിങ് ഡ്രസ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് റെഡി ആയിട്ടുണ്ടെന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ബൊട്ടിക്കിൽ പോയിട്ട് അത് കളക്ട് ചെയ്യാനായിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പം ഞാനും ചേച്ചിയും പിന്നെ മമ്മിയും പിന്നെ എൻ്റെ ബ്രദർ ഇൻ ലോയാണ് കേട്ടോ കൂടെയുള്ളത്. അപ്പം ഞങ്ങൾ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എറണാകുളത്ത് നമ്മുടെ മെറൈൻ ഡ്രൈവിൻ്റെ ബ്രോഡ്വേയിലാണ് നമ്മുടെ ഈ ബൊട്ടീക്ക് വരുന്നത്. ബൊട്ടീക്കിൻ്റെ പേര് ജാസ്മിൻ. അതിൻ്റെ നെഹാ റുസില്ല എന്നാണ് അതിൻ്റെ ഈ വെഡ്ഡിങ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു പേര്. നെഹാ റുസില്ല എന്നാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് ബൊട്ടീക്കിലേക്ക് പോവാം. ആളോ ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങളിവിടെ നിൽക്കുമോ? ഞാൻ 2 ഫോട്ടോ എടുക്കട്ടെ നിങ്ങളുടെ. ആമേ അത് നടന്നോ? അത് നീ കുഴപ്പമില്ല, നിങ്ങൾ എടുത്ത് മാറ്റോ. നീ ഞാനോ അപ്പോൾ ഇതാണ് കേട്ടോ ജാസ്മിൻ ബൊട്ടിക്കിൻ്റെ മൊത്തം ഒരു വ്യൂ ഞാൻ എടുത്തതാണ്. കാരണം നല്ലൊരു ബൊട്ടിക്കാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ബൊട്ടിക്കാണ്. എൻ്റെ ചേച്ചീൻ്റെയും പിന്നെ കസിൻസിൻ്റെയും ഒക്കെ വെഡ്ഡിങ് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിലൊന്നുമല്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ വെഡ്ഡിങ് ഗൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവരെനിക്കിത്തിരി ലൂസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നമ്മളെന്തെങ്കിലും നമുക്ക് തടി വയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത്തിരി ലൂസ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ഓൾട്രേഷൻ ചെയ്തിട്ടാണ് കേട്ടോ ഫൈനലി നമ്മൾ വീട്ടിലേക്ക് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ശരിക്കും കാണിച്ചു കൊടുത്ത പിക്ക് പോലെ തന്നെ എനിക്ക് അവർ ചെയ്തു തന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ കുറച്ച് ഒരു ലൂസ് എനിക്ക് ഈ വേസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. അല്ലാതെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എൻ്റെ ചിരി കണ്ടാൽ മനസ്സിലാവും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സ്. ഇനി ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിക്കാൻ പോയിട്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ വെഡ്ഡിങ് ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ബൊക്കയും അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ മന്ത്രകോടിയൊക്കെ വെക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നെറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ നല്ലൊരു സർവീസുമാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറയണേ. ഇവിടെ ചേച്ചിമാരൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ നമ്മുടെ ബില്ലിങ്ങൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ എന്തായാലും തിരിച്ച് ഫുഡ് കഴിക്കാൻ പോയിട്ട് ഇനി കുറച്ചും കൂടി ഷോപ്പിംഗ് ഉണ്ട്. അതെന്തായാലും വ്ളോഗ് 2 ആയിട്ട് ഈ വ്ളോഗിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അല്ലാതെ എല്ലാം കൂടി ഞാൻ എന്തായാലും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ സോ നമുക്ക് എന്തായാലും ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സ് മേടിച്ച് നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാം.
അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഡ്രസ്സ് ഓൾട്ടറൊക്കെ ചെയ്ത് ഞാൻ ഒന്നുകൂടി ഇട്ട് നോക്കിയിട്ടോ. പിന്നെ ഞാൻ അതെന്തായാലും ഇൻക്ലൂഡ് ചെയ്യണില്ല. ഇനി നമുക്ക് എന്തായാലും കല്യാണത്തിൻ്റെ ദിവസം എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി സെറ്റ് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പേയ്മെൻറ്റ് നടത്തി നമ്മൾക്കിനി ഫുഡ് കഴിക്കണം. കാരണം നമ്മൾ ഇവിടുന്ന് ബൊട്ടിക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 2:30-3 മണി ടൈം ആയിട്ടോ ഓൾറെഡി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ജയലക്ഷ്മിക്ക് പോകാനായിട്ടാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ അതെന്തായാലും വേറൊരു വ്ളോഗായിട്ട് കാണിക്കാം. അതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് വരെ ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് ഇവിടെ നിന്ന് ഇനി ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാം. സ്കേർട്ട് ഹാങ് ചെയ്തിടണം. സിബ് ഊരിയിട്ട് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിടണം. ഹാങ്ങർ ഉണ്ട്, ഹാങ് ചെയ്തിട്ടാണ്. ഫുഡ് കഴിക്കാൻ പോകാനേടാ. ആണോ? പൊന്നൻ പിടിക്കട്ടെ പൊന്നാ. സോ നമ്മുടെ ഡ്രസ്സൊക്കെ കിട്ടി. ഇനി നമ്മൾ കുറച്ച് ഷോപ്പിംഗ് കൂടി ഉണ്ട്. അപ്പോൾ അതിന് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡയറക്റ്റ് ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് നമ്മുടെ എറണാകുളം ജയലക്ഷ്മീൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അരിപ്പയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു. പക്ഷേ സ്പേസ് കുറവായത് കാരണം കുറേ നേരം നിൽക്കേണ്ട വന്നു കേട്ടോ. ഞങ്ങൾ ഒരുപാട് നേരം നിന്നിട്ടാണ് ഇവിടെ കഴിച്ചത്. പിന്നെ അരിപ്പേര് കഴിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, ജയലക്ഷ്മീൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് കയറിയതാണ് കേട്ടോ. അല്ലാതെ ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ വിചാരിച്ച് കയറിയതൊന്നുമല്ല. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ്സൊക്കെ കിട്ടിയത്. സോ അങ്ങനെ ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ജയലക്ഷ്മി പോയിട്ട് നമ്മുടെ ബെഡ്റൂത്തിൻ്റെ ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അത് അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നും ബോറാക്കുന്നില്ല. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഡയറക്റ്റ് ജയലക്ഷ്മിക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫൈനലി സീറ്റ്സൊക്കെ കിട്ടി. നമുക്ക് ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വന്നു. ഒരുപാട് നേരം നിന്നിട്ടാണ് കേട്ടോ സീറ്റ്സ് കിട്ടിയത്. ഭയങ്കര തിരക്കാണ്. എന്താണ് ഇത്ര തിരക്കെന്ന് അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ കഴിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല. ഒരു ആവറേജ് ഫുഡാണ്. ഭയങ്കര ഒരു സംഭവം എന്നൊന്നും പറയാനൊന്നുമില്ല. ഇനിയും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി ജയലക്ഷ്മിക്ക് പോവാണ്. അപ്പോൾ അടുത്തത് അതൊക്കെ ഞാൻ വേറെ വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ കാണിക്കാം. സോ അടുത്ത വ്ളോഗും എല്ലാവരും കണ്ടോളൂ കേട്ടോ.